നമ്മൾ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ചെറിയ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. അല്ലല്ല, മര്യാദ കെട്ട ചോദ്യത്തിന് അല്ലല്ല, ഇടതുപക്ഷ വിരുദ്ധ വികാരം തലയ്ക്ക് പിടിച്ച് താങ്കൾ ചോദിക്കുന്ന ചോദ്യത്തിന് താങ്കൾക്ക് ഗുളിക രൂപത്തിൽ ഉത്തരം തരണമെന്ന് പറഞ്ഞാൽ അതിന് വേറെ ആളെ നോക്കിയാൽ മതി. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുമെങ്കിൽ എന്നെ ചർച്ചയിൽ തുടരാൻ അനുവദിച്ചാൽ മതി. മൈക്ക് ഓഫ് ചെയ്ത് ഒരു ബുദ്ധിമുട്ടുമില്ല. വീഡിയോ കണ്ടല്ലോ അല്ലേ? അരുൺകുമാർ എന്തോ ഉറപ്പിച്ച മട്ടിൽ സ്മൃതി പരുത്തിക്കാടിനോട് കയർത്ത് സംസാരിക്കുന്നു. ഒരർത്ഥത്തിൽ ഈ ഒരു കാഴ്ച ഇടതുപക്ഷ അനുകൂലികളായ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നതാണെങ്കിലും ഇതുവരെ ഇത്തരത്തിലൊരു നീക്കം അരുൺകുമാറിൽ നിന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം അത് സംഭവിച്ചു. എന്തുകൊണ്ട് അരുൺകുമാർ ഇത്തരത്തിൽ ചാനൽ ചർച്ചയിൽ പെരുമാറി? ഇവിടെ മനസ്സിലാക്കാനുള്ളത് ഇത് സ്വാഭാവികമായി സംഭവിച്ച ഒരു കാര്യമല്ല. കൃത്യമായ മുൻവിധികളോട് തന്നെയാണ് അരുൺകുമാർ അത്തരത്തിൽ പെരുമാറിയത് എന്നുള്ളതാണ് ഈ കഥയിലെ ട്വിസ്റ്റ്. കേരളത്തിലെ വാർത്താ ചാനലുകളുടെ ചരിത്രത്തിൽ രാത്രി 8 മണി ചർച്ചകൾക്ക് വലിയൊരു സ്വാധീനമുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകൾ ജനങ്ങളിലേക്ക് എത്തുന്നതും ഭരണ പ്രതിപക്ഷ വാദപ്രതിവാദങ്ങൾ നടക്കുന്നതും ഈ ചർച്ചകളിലൂടെയാണ്. ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഇത്തരം ചർച്ചകൾ നയിക്കുന്ന അവതാരകർക്ക് വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. നിഷ്പക്ഷത, എല്ലാവർക്കും തുല്യമായ സമയം അനുവദിക്കൽ, വസ്തുതകളുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യൽ എന്നിവയാണ് ഒരു മാധ്യമ പ്രവർത്തകനിൽ നിന്നും അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകയിൽ നിന്നും സമൂഹം പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഈ അടിസ്ഥാന തത്വങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് മുൻവിധികളോടെയും കൃത്യമായ രാഷ്ട്രീയ അജണ്ടകളോടെയും ചർച്ചകളെ വഴിതിരിച്ചു വിടുന്ന പ്രവണത കേരളത്തിലെ ചില മുഖ്യധാരാ മാധ്യമങ്ങളിൽ കടന്നു വരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പേരാണ് റിപ്പോർട്ടർ ടിവിയിലെ അവതാരകയായ സ്മൃതി പരുത്തിക്കാടിൻ്റേത്. നിരന്തരമായി CPM പ്രതിനിധികളോട് സ്മൃതി കാണിക്കുന്ന അസഹിഷ്ണുതയും പക്ഷപാതിത്വവും അതിരുവിടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം ഓർത്തോളൂ, ഇനി ആ ഒരു നിലപാടിൽ മാറ്റം വരാൻ പോവുകയാണ്. അതിനുള്ള തുടക്കമായി കഴിഞ്ഞു. റിപ്പോർട്ടർ ടിവിയിൽ സ്മൃതി പരുത്തിക്കാട് നയിക്കുന്ന ചർച്ചകൾ സ്ഥിരമായി കാണുന്ന ഏതൊരാൾക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ ശരീരഭാഷയിലും ചോദ്യങ്ങളുടെ ഘടനയിലും ഒളിപ്പിച്ചു വയ്ക്കാൻ കഴിയാത്തത്ര വ്യക്തമായ CPM വിരുദ്ധതയുണ്ട്. ഒരു ചർച്ച നയിക്കുമ്പോൾ അവതാരകയ്ക്ക് സ്വന്തമായൊരു അഭിപ്രായമുണ്ടാകാം, എന്നാൽ അത് അതിഥികളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. CPM പ്രതിനിധികൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അക്ഷമയാവുക, അവരുടെ വാചകങ്ങൾ പൂർത്തിയാക്കാൻ അനുവദിക്കാതെ ഇടയ്ക്കു കയറി തടസ്സപ്പെടുത്തുക, അവർ പറയുന്ന കാര്യങ്ങളെ പുച്ഛിച്ചു തള്ളുന്ന തരത്തിൽ മുഖഭാവങ്ങൾ വരുത്തുക തുടങ്ങിയവ സ്മൃതിയുടെ സ്ഥിരം ശൈലികളാണ്. ഉദാഹരണത്തിന് മുൻപ് LDF സർക്കാർ അധികാരത്തിലിരുന്ന സമയത്ത് സർക്കാരിൻ്റെ ഏതെങ്കിലും വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പ്രതിപക്ഷ പ്രതിനിധികൾ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് പൂർണ്ണമായും കേൾക്കാൻ സ്മൃതി സമയം അനുവദിക്കാറുണ്ട്. എന്നാൽ അതിന് മറുപടി പറയാൻ CPM പ്രതിനിധി തുടങ്ങുമ്പോൾ അല്ല, അതല്ലല്ലോ ചോദ്യം, നിങ്ങൾ ചോദ്യത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ് തുടങ്ങിയ മുൻകൂർ ജാമ്യങ്ങളോടെ അവരെ തടസ്സപ്പെടുത്തും. സ്വർണ്ണക്കടത്ത് വിവാദം, ലൈഫ് മിഷൻ ചർച്ചകൾ, പോലീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്നിവയിലൊക്കെ ഈ അസഹിഷ്ണുത വളരെ പ്രകടമായിരുന്നു. കോൺഗ്രസ് അല്ലെങ്കിൽ BJP പ്രതിനിധികൾക്ക് തങ്ങളുടെ വാദങ്ങളെ സമർത്ഥിക്കാൻ ആവശ്യത്തിന് സമയം നൽകുമ്പോൾ CPM പ്രതിനിധികളുടെ മൈക്ക് ഡൗൺ ചെയ്യുകയോ അവരെ ശബ്ദം കൊണ്ട് അടിച്ചമർത്തുകയോ ചെയ്യുന്ന രീതിയാണ് സ്മൃതി തുടർന്നു പോകുന്നത്. ഇത് കേവലം ഒരു ദിവസത്തെ കാര്യമല്ല, മറിച്ച് വളരെ നാളുകളായി തുടർന്നു വരുന്നൊരു പാറ്റേണാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ ബോധപൂർവം പൊതുസമൂഹത്തിന് മുന്നിൽ താറടിച്ച് കാണിക്കുക എന്ന ഗൂഢലക്ഷ്യം ഈ ശൈലിക്ക് പിന്നിലുണ്ടെന്ന് വ്യക്തമാണ്. സ്മൃതിയുടെ ഈ ജനാധിപത്യ വിരുദ്ധമായ അവതരണ ശൈലി അതിരുവിട്ട ഒരു സാഹചര്യത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് CPM ഒരു സുപ്രധാന തീരുമാനമെടുത്തത്. സ്മൃതി പരുത്തിക്കാട് നയിക്കുന്ന ചർച്ചകളിൽ ഇനി മുതൽ CPM പ്രതിനിധികൾ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു ആ തീരുമാനം. ഒരു മാധ്യമത്തെയും പൂർണ്ണമായി ബഹിഷ്കരിക്കുന്ന ശൈലി CPMനില്ല. എന്നാൽ തങ്ങളെ കേൾക്കാൻ തയ്യാറാകാത്ത, തങ്ങളെ അപമാനിക്കാൻ വേണ്ടി മാത്രം സമയം മാറ്റിവെക്കുന്ന ഒരു അവതാരകയുടെ മുന്നിൽ ചെന്ന് നിന്ന് അപമാനിതരാകേണ്ടതില്ല എന്ന പാർട്ടി തീരുമാനം അണികളും സ്വാഗതം ചെയ്തു. ആ സമയത്ത് സ്മൃതിയുടെ ചർച്ചകളിൽ CPM പ്രതിനിധികൾ പങ്കെടുത്തിരുന്നില്ല. ഈ ബഹിഷ്കരണം ചാനലിൻ്റെ റേറ്റിംഗിനെയും വിശ്വാസ്യതയെയും കാര്യമായി ബാധിച്ചു. ഭരണപക്ഷമില്ലാത്ത ചർച്ചകൾ ഏകപക്ഷീയമായി മാറി. ഈ ഘട്ടത്തിലാണ് റിപ്പോർട്ടർ TV മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും, പ്രത്യേകിച്ചും മാധ്യമപ്രവർത്തകനായ അരുൺകുമാറിനെ പോലെയുള്ളവരുടെ നേതൃത്വത്തിൽ CPM നേതൃത്വവുമായി ചില അനുരഞ്ജന ചർച്ചകൾ നടക്കുന്നത്. മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ചർച്ചകളിൽ ഭരണപക്ഷത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ചും സംസാരിച്ച മാനേജ്മെൻറ്റ് ഭാവിയിൽ ഇത്തരം പക്ഷപാതിത്വപരമായ സമീപനങ്ങൾ ഉണ്ടാകില്ലെന്നും എല്ലാവർക്കും തുല്യ പരിഗണന ലഭിക്കുമെന്നും ഉറപ്പു നൽകി. ഒരു ജനാധിപത്യ പ്രസ്ഥാനമെന്ന നിലയിൽ സംവാദങ്ങൾക്കുള്ള ഇടമില്ലാതാക്കരുത് എന്ന വിശാലമായ കാഴ്ചപ്പാടിൽ CPM ആ ബഹിഷ്കരണ തീരുമാനം പിൻവലിച്ചു. വീണ്ടും റിപ്പോർട്ടർ TVയുടെ ചർച്ചകളിൽ CPM പ്രതിനിധികൾ സജീവമായി. എന്നാൽ മാനേജ്മെൻറ്റ് നൽകിയ ഉറപ്പുകളൊന്നും സ്മൃതി പരുത്തിക്കാടിൻ്റെ കാര്യത്തിൽ പ്രായോഗികമായില്ല എന്നുള്ളതാണ് പിന്നീട് കേരളം കണ്ടത്.
അവരുടെ CPM വിരുദ്ധ മനോഭാവത്തിന് യാതൊരു മാറ്റവും ഉണ്ടായില്ല. പഴയതിലും വീറോടെ അവർ ഇടതുപക്ഷ പ്രതിനിധികളെ വേട്ടയാടാൻ തുടങ്ങി. മാനേജ്മെൻറ്റിൻ്റെ ഉറപ്പിന്മേൽ ചർച്ചകളിൽ പങ്കെടുക്കാനെത്തിയ CPM പ്രതിനിധികളോട് പഴയ അതേ അധിക്ഷേപ ശൈലി തന്നെയാണ് സ്മൃതി തുടർന്നു വന്നത്. പ്രതിനിധികൾ വസ്തുതകൾ നിരത്തുമ്പോൾ അതിനെ പരിഹസിക്കുക, അവരെ വ്യക്തിപരമായി ആക്രമിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുക, അവർ സംസാരിക്കുമ്പോൾ മറ്റ് അതിഥികളെ കൊണ്ട് ബഹളമുണ്ടാക്കാൻ അനുവദിക്കുക തുടങ്ങിയ തന്ത്രങ്ങൾ സ്മൃതി പയറ്റി. അസ്വസ്ഥത ഉണ്ടാക്കുന്ന പെരുമാറ്റമാണ് ഓരോ ചർച്ചയിലും CPM പ്രതിനിധികൾക്ക് നേരിടേണ്ടി വന്നത്. തങ്ങളുടെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം അതൊക്കെ നിങ്ങളുടെ പാർട്ടി ക്ലാസ്സിൽ മതി എന്ന തരത്തിലുള്ള അവഹേളനപരമായ പ്രതികരണങ്ങൾ അവതാരകയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. രാത്രി 8 മണി ചർച്ചകളിൽ മാത്രമല്ല, റിപ്പോർട്ടർ TVയിലെ മീറ്റ് ദ എഡിറ്റേഴ്സ് പോലെയുള്ള മറ്റു പരിപാടികളിലും സ്മൃതിയുടെ ഈ CPM വിരുദ്ധത വളരെ പ്രകടമാണ്. ഒരു ചർച്ചയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുന്നത് സ്വാഭാവികമാണ്. എന്നാൽ മീറ്റ് ദ എഡിറ്റേഴ്സ് എന്നത് ചാനലിൻ്റെ നയം വ്യക്തമാക്കുന്ന അല്ലെങ്കിൽ വാർത്തകളെ വിശകലനം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അവിടെ അവതാരകർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഈ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് CPMനെതിരെയും ഇടതുപക്ഷ സർക്കാരിനെതിരെയും പൂർണ്ണമായും വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ വളരെ ആധികാരികതയോടെ വിളിച്ചു പറയുന്ന ഒരു ശൈലിയാണ് സ്മൃതി തുടർന്നു വന്നിരുന്നത്. ഒരു വാർത്തയുടെ സത്യമെന്താണെന്ന് അന്വേഷിക്കാതെ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഏതൊരു ആരോപണത്തെയും വേദവാക്യമായി കണ്ട് അതിന്മേൽ വിധി പ്രസ്താവിക്കുകയാണ് ഈ പരിപാടിയിലൂടെ അവർ ചെയ്യുന്നത്. CPM നേതാക്കളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുക, പാർട്ടിയുടെ നയങ്ങളെ വളച്ചൊടിക്കുക, സർക്കാരിൻ്റെ നേട്ടങ്ങളെ തമസ്കരിച്ചുകൊണ്ട് ചെറിയ വീഴ്ചകളെ പർവ്വതീകരിച്ച് കാണിക്കുക തുടങ്ങിയ കാര്യങ്ങൾ മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയിലൊരു സ്ഥിരം കാഴ്ചയായി മാറി. അവതാരക എന്ന നിലയിലുള്ള സ്വാധീനം ഉപയോഗിച്ച് പൊതുസമൂഹത്തിൽ ഇടതുപക്ഷത്തിനെതിരെ ഒരു അവമതിപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്ന കൃത്യമായ രാഷ്ട്രീയ അജണ്ടയാണ് ഇതിലൂടെ നടപ്പിലാക്കുന്നത് എന്ന് വ്യക്തം. ഈ കാര്യങ്ങളെല്ലാം വിശദമായി വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് CPM നേതൃത്വവും പുതിയ ചില കർശന നിലപാടുകളിലേക്ക് എത്താൻ നിർബന്ധിതമായത്. സ്മൃതിയുടെ ഈ നിരന്തരമായ അധിക്ഷേപങ്ങൾക്ക് മുന്നിൽ ഇനി മൗനം പാലിക്കേണ്ടതില്ല എന്നുള്ളതാണ് CPMൻ്റെ അനൗദ്യോഗിക തീരുമാനം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന പാർട്ടി പ്രതിനിധികൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞു. ഈ നിർദ്ദേശങ്ങൾ 2 തലങ്ങളിലുള്ളതാണ്. ഒന്നാമതായി, സ്മൃതി നയിക്കുന്ന ചർച്ചകളിൽ പങ്കെടുക്കാൻ റിപ്പോർട്ടർ TVയിൽ നിന്ന് ക്ഷണം വന്നാൽ അത് പരമാവധി ഒഴിവാക്കുക. സ്മൃതിയാണ് ചർച്ച നയിക്കുന്നത് എന്നതുകൊണ്ട് പങ്കെടുക്കാൻ താല്പര്യമില്ല എന്ന് കൃത്യമായി തന്നെ അവരെ അറിയിക്കുക. ഇതിലൂടെ ഒരു സന്ദേശം ചാനൽ മാനേജ്മെൻറ്റിന് നൽകാനാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. തങ്ങളുടെ പ്രതിനിധികളെ അപമാനിക്കാൻ മാത്രമുള്ള ഒരു വേദിയിലേക്ക് അവരെ പറഞ്ഞയക്കേണ്ട ബാധ്യത പാർട്ടിക്കില്ല. രണ്ടാമതായി, ഇനി അഥവാ ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ ചർച്ചയ്ക്ക് പോകേണ്ടി വന്നാൽ അവിടെ പുതിയൊരു ശൈലി സ്വീകരിക്കണം. അവതാരകയ്ക്ക് നൽകേണ്ട ബഹുമാനം അവർ തിരികെ നൽകുന്ന ബഹുമാനത്തിന് ആനുപാതികമായിരിക്കും. CPM പ്രതിനിധി സംസാരിക്കുമ്പോൾ സ്മൃതിയുടെ ഭാഗത്തു നിന്നും അനാവശ്യമായ ഇടപെടലുകൾ ഉണ്ടായാൽ, അതായത് സംസാരിക്കുന്ന കാര്യങ്ങളെ തടസ്സപ്പെടുത്തുകയോ വഴിതിരിച്ചു വിടുകയോ ചെയ്താൽ പഴയതുപോലെ മിണ്ടാതിരുന്ന് കേൾക്കേണ്ടതില്ല. അതേ നാണയത്തിൽ തന്നെ തിരിച്ചു പറയുക. നിങ്ങൾ ചോദ്യം ചോദിച്ചു, ഇനി ഉത്തരം പറയാൻ എന്നെ അനുവദിക്കണം, ഇതിനിടയിൽ കയറി സംസാരിക്കരുത് എന്ന് മുഖത്തു നോക്കി ശക്തമായി തന്നെ പറയുക. സ്മൃതി വീണ്ടും ഇടപെടലുകൾ തുടരുകയാണെങ്കിൽ, ഈ രീതിയിലാണ് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് ജനങ്ങൾ കേൾക്കെ പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് അവതാരകയുടെ പക്ഷപാതിത്വത്തെ അവിടെ വച്ചു തന്നെ തുറന്നു കാട്ടുക. പ്രതിപക്ഷ ബഹുമാനം നൽകാത്ത ഒരു അവതാരകയോട് ഒരു തരത്തിലുമുള്ള മൃദു സമീപനവും ഇനി ആവശ്യമില്ല എന്ന ശക്തമായ നിലപാടിലാണ് CPM. ഈ തീരുമാനത്തിൻ്റെ ഭാഗമായി CPM പ്രതിനിധി പങ്കെടുത്ത ഒരു ചർച്ചയുടെ ഭാഗങ്ങളാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാന ബജറ്റുമായി ബന്ധപ്പെട്ട മദ്യനികുതി വിവാദ ചർച്ചയിൽ കേരളം കണ്ടത്. അഡ്വക്കേറ്റ് KS അരുൺകുമാറാണ് CPMനെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുത്തത്. വളരെ കൃത്യമായ കണക്കുകളും മുൻകാല ചരിത്രവും വെച്ചുകൊണ്ട് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനിടയിൽ കയറി സ്മൃതി തുടർച്ചയായി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. ഇത് അതിരുവിട്ടപ്പോഴാണ് അരുൺകുമാർ രോഷാകുലനായത്. വൈൻ നമുക്കറിയാം, പഴവർഗ്ഗങ്ങളിൽ നിന്ന് പുളിപ്പിച്ചെടുക്കുന്നതാണ്. അതൊരിക്കലും മദ്യമല്ല. വൈൻ വീടുകളിൽ വരെ ഉൽപ്പാദിപ്പിക്കും. മദ്യം എന്ന് പറയുന്നത് ലിക്കറിന്റെ അംശമുള്ളതാണ്. ആ ലിക്കറിന്റെ അംശം എന്ന് വെച്ചാൽ സ്പിരിറ്റ് ഉൾപ്പെട്ടതാണ്. അത് ചിലപ്പോൾ ചെറിയ ഞാൻ പറയട്ടെ, അല്ല എനിക്ക് ഈ ഇടയ്ക്ക് താങ്കൾ ചോദ്യം 3 മിനിറ്റുള്ള മര്യാദകൾ കാണിക്കല്ലേ. 3 മിനിറ്റുള്ള ചോദ്യം ചോദിച്ചു, അത് ഞാൻ കേട്ടിരുന്നു. ഞാൻ ഉത്തരം പറയുമ്പോൾ തന്നെ ഇടപെടരുത്. ഇത് മര്യാദകേടാണ് എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് ചോദിക്കാൻ. അങ്ങയോട് വിനയത്തോടെ എനിക്ക് ചോദിക്കാനുള്ളത് അഡ്വക്കേറ്റ് അരുൺകുമാർ, വിനയത്തോടെ അങ്ങോട്ട് ചോദിക്കാനുള്ളത് എന്റെ ചോദ്യത്തിന് ഉത്തരമുണ്ടോ? അല്ലല്ല, മര്യാദകെട്ട ചോദ്യത്തിന് അല്ലല്ല. ഇടതുപക്ഷ വിരുദ്ധ വികാരം തലയ്ക്ക് പിടിച്ച് താങ്കൾ ചോദിക്കുന്ന ചോദ്യത്തിന് താങ്കൾക്ക് ഗുളിക രൂപത്തിൽ ഉത്തരം തരണമെന്ന് പറഞ്ഞാൽ അതിന് വേറെ ആളെ നോക്കിയാൽ മതി. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുമെങ്കിൽ എന്നെ ചർച്ചയിൽ തുടരാൻ അനുവദിച്ചാൽ മതി. മൈക്ക് ഓഫ് ചെയ്ത് ഒരു ബുദ്ധിമുട്ടുമില്ല. താൻ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി ഇടപെടുന്നത് മര്യാദക്കേടാണെന്ന് അദ്ദേഹം സ്മൃതിയോട് മുഖത്തു നോക്കി പറഞ്ഞു. ഇടതുപക്ഷ വിരുദ്ധ വികാരം തലയ്ക്ക് പിടിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഗുളിക രൂപത്തിൽ ഉത്തരം തരണമെന്ന് പറഞ്ഞാൽ അതിന് വേറെ ആളെ നോക്കണമെന്നും അദ്ദേഹം തുറന്നടിച്ചു.
തന്നെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ലെങ്കിൽ മൈക്ക് ഓഫ് ചെയ്താലും തനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നത് ആ ദൃശ്യങ്ങളിൽ കാണാം. ഇത് കേവലം അരുൺകുമാർ എന്ന വ്യക്തിയുടെ മാത്രം രോഷമല്ല, മറിച്ച് നാളുകളായി സ്മൃതിയുടെ അഹങ്കാരവും പക്ഷപാതിത്വവും സഹിക്കേണ്ടി വന്ന മുഴുവൻ CPM പ്രതിനിധികളുടെയും ആ പാർട്ടിയുടെയും പ്രതിഷേധത്തിൻ്റെ പ്രതിഫലനമായിരുന്നു. ഇവിടെ CPM പ്രതിനിധികൾക്ക് നൽകിയിരിക്കുന്ന മറ്റൊരു സുപ്രധാന നിർദ്ദേശം കൂടിയുണ്ട്. സ്മൃതിയെ പ്രതിരോധിക്കുമ്പോൾ ഒരിക്കലും അത് അസഭ്യമായ വാക്കുകളിലേക്കോ വ്യക്തിഹത്യയിലേക്കോ വഴിമാറരുത്. അതുപോലെ തന്നെ ചർച്ചയിൽ നിന്നും ഇറങ്ങിപ്പോരുന്ന ശൈലിയും ഒഴിവാക്കണം. കാരണം ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഒളിച്ചോട്ടമായി വ്യാഖ്യാനിക്കപ്പെടാം. ഇതിനു പകരം ക്യാമറയ്ക്ക് മുന്നിൽ തന്നെ ഇരുന്നു കൊണ്ട് മാന്യമായി ബഹിഷ്കരിക്കുക. അതായത് തനിക്ക് സംസാരിക്കാൻ സമയം തരുന്നില്ലെങ്കിൽ മറ്റതിഥികൾക്കും അവതാരകയ്ക്കും നേരെ വിരൽ ചൂണ്ടി ബഹളമുണ്ടാക്കാൻ നിൽക്കേണ്ടതില്ല. പകരം തികഞ്ഞ മൗനം പാലിക്കുക. അവതാരക വീണ്ടും ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് കൃത്യമായി ഉത്തരം പറയാൻ സമയം അനുവദിക്കുമെങ്കിൽ മാത്രം ഞാൻ സംസാരിക്കാം, അല്ലാതെ നിങ്ങൾക്കിഷ്ടമുള്ളത് കേൾക്കാൻ വേണ്ടി എന്നെക്കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിക്കേണ്ട എന്ന് വ്യക്തമാക്കുക. ഇത് അവതാരകയുടെ ധാർഷ്ട്യത്തിന് നൽകുന്ന ഏറ്റവും മികച്ച തിരിച്ചടിയായിരിക്കും. തങ്ങളുടെ വാക്കുകൾക്ക് വിലയുണ്ടെന്നും അത് എവിടെ എങ്ങനെ പറയണമെന്ന് തങ്ങൾക്കറിയാമെന്നും ബോധ്യപ്പെടുത്തുന്ന തികച്ചും മാന്യവും എന്നാൽ അതിശക്തവുമായ ഒരു രാഷ്ട്രീയ പ്രതിരോധമാണിത്. കേരളത്തിലെ പൊതുസമൂഹം ഈ നിലപാടിനെ മനസ്സിലാക്കുകയും അവതാരകയുടെ പക്ഷപാതിത്വത്തെ തിരിച്ചറിയുകയും ചെയ്യുമെന്നതാണ് CPMൻ്റെ വിശ്വാസം. മലയാളത്തിലെ മറ്റു പല വാർത്താ ചാനലുകളിലും ചർച്ചകൾ നയിക്കുന്ന അവതാരകരുണ്ട്. അവരും സർക്കാരിനെയും CPMനെയും രൂക്ഷമായി വിമർശിക്കാറുണ്ട്, കടുത്ത ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. എന്നാൽ അവിടെയൊക്കെ ഒരു മാധ്യമധർമ്മം പാലിക്കപ്പെടുന്നുണ്ട്. ഉത്തരം പറയാൻ അവർ പ്രതിനിധികൾക്ക് സമയം നൽകുന്നുണ്ട്. അവിടെ CPM പ്രതിനിധികൾക്ക് ലഭിക്കുന്ന മിനിമം പരിഗണനയോ ബഹുമാനമോ റിപ്പോർട്ടർ TVയിൽ സ്മൃതിയിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നത് നഗ്നമായ യാഥാർത്ഥ്യമാണ്. തങ്ങളെ വിളിച്ചു വരുത്തി അപമാനിക്കാൻ ഇനി ആരെയും അനുവദിക്കില്ല എന്ന കൃത്യമായ സന്ദേശമാണ് CPM ഇതിലൂടെ നൽകുന്നത്. അതായത് CPM പ്രതിനിധികൾക്ക് അർഹിക്കുന്ന ബഹുമാനം ലഭിച്ചേ തീരൂ. അർഹമായത് നൽകുന്നില്ലെങ്കിൽ ചോദിച്ചു വാങ്ങാൻ തന്നെയാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. തൽക്കാലം സ്മൃതിയുടെ മുന്നിൽ തലകുനിക്കാൻ CPMന് സൗകര്യമില്ല.